ഇതാരുടെയാ? സത്യം പറയണേ. അപ്പോ ഇതിനാണല്ലേ നീ ദിവസം വീട്ടിൽ വന്നോണ്ടിരുന്നത്? അവന്റെ പ്രായം എന്താ, നിന്റെ പ്രായം എന്താ? നീ ഇത്രയ്ക്ക് വൃത്തിവിട്ടോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീടിന്റെ പടിക്കകത്ത് നിന്നെ കയറ്റില്ലായിരുന്നു. അവൻ കൊച്ചു ചെറുക്കനാ, നിന്റെ അനിയനാകാനുള്ള പ്രായമേ അവനുള്ളൂ. നീ എന്താ രതിനിർവ്വാദം കളിക്കുക? മൂത്ത് നരച്ച് കുഴിയിലേക്ക് കാൽ നീട്ടിയിരിക്കുമ്പോഴാ അവളുടെ ഒരു പ്രേമലേഖനം. വയസ്സ് 10-35 കഴിഞ്ഞിട്ടും 16-കാരിയാണെന്നാ ഇവളുടെ ഭാവം. പ്രേമവും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അടിച്ച് ഇവളുടെ ഷേപ്പ് മാറ്റേണ്ടതാ. നിന്റെ നിഴല് പോലും എന്നോട് കണ്ടുപോരുത്. കണ്ടോ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. ഗോപികൃഷ്ണന്റെ അച്ഛൻ ഇതറിഞ്ഞ നിന്റെ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല. പറഞ്ഞേക്കാം. മിണ്ടാപ്പുച്ച കലോടയ്ക്കൊന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ നേരിലാ കാണുന്നത്. അവളുടെ ഒരു കത്ത്. ചീത്തപ്പേരാ. പാത്തും പതുങ്ങി നടക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ ഊഹിച്ചതാ ആരെയോ കമിഴ്ത്താനാണെന്ന്. പക്ഷേ ഇത്തരത്തിലാണെന്ന് കരുതിയില്ല. എന്തോ നിന്റെ കുഴപ്പമായി ഇവക്ക്? മറ്റുള്ളവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കാനല്ലേ? ആള് സുന്ദരനാണെന്ന് കണ്ടപ്പോഴേ ഒരു കൈ നോക്കാന്ന് വിചാരിച്ചു, അത്ര തന്നെ. ഇവളെ ഈ സ്ട്രീറ്റിൽ നിന്ന് ഓടിക്കണം. ഇവിടെ ഒന്നും പാടില്ല. ഇന്ന് തന്നെ എന്റെ വീട് ഒഴിഞ്ഞേക്കണം. ഏതായാലും അടിയുടെ കുറവല്ല, ആഹാരത്തിന്റെ കുറവോ അല്ല. കാണുന്നതിനൊക്കെ മേലെ കയറാൻ ഇവളാര് മേനകയോ? നാണമില്ലാത്ത വർഗം. ഇവള് സ്ഥലം വിട്ടോ? എങ്ങനെ വിടാതിരിക്കും? നല്ലോണം നാണം കെട്ടതല്ലേ. ഇനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? അത്രയ്ക്ക് വഷളായതല്ലേ. എങ്കിലും ആരും അറിയാതെ രാഖിരാമാനം സ്ഥലം വിട്ടല്ലോ, അത് മതി. സ്ഥലം വിട്ടതാണോ വല്ല പുഴയിലും ചാടി ചത്താണോ ആർക്കറിയാം. എന്തായാലും ഒന്ന് പോയി കിട്ടിയല്ലോ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നാലോ? വരത്തില്ല. കൊച്ചമ്മ, കൊച്ചമ്മ, ഒരു കാര്യം അറിഞ്ഞ? എന്താ? പ്രേമ സ്ഥലം വിട്ടെന്ന്. വീട് പൂട്ടിക്കിടക്കണം. എപ്പോ പോയിന്ന്? ഇന്നലെ രാത്രി. എങ്ങനെ സ്ഥലം വിടാതിരിക്കും? അത്രത്തോളം വഷളായതല്ലേ. ഏതിനും ആ പൂതനയുടെ ശല്യം ഒഴിഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞതാ അവള് പെശ കാണുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവളുടെ ആ നോട്ടവും നടത്തവും കണ്ടാലറിയാം അവള് ഭയങ്കരിയാണെന്ന്. ഇനിയെങ്കിലും ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മനസമാധാനത്തോടെ ഒന്ന് ഇറങ്ങാമല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അവള് കൊത്തി കൊത്തി മുറത്തി കയറിയാ കൊത്തിയിരിക്കുന്നത്. തന്ത പോലീസുകാരനാ. അവള് കളി പഠിച്ചോളും. അവരായതുകൊണ്ട് കൊള്ളാം. പകരം ഞാനായിരുന്നെങ്കിൽ അവളെ നട്ടലൊടിച്ചു വിട്ടേനെ. ഏതൊരു ബ്രോക്കർ വന്നിരിക്കുന്നു അമ്മയെ കാണാൻ. ആ കല്യാണ ബ്രോക്കർ ആയിരിക്കും. അതൊന്നും വേണ്ടമ്മേ. വേണ്ടെന്ന് പറഞ്ഞ കാര്യം നടക്കുവോ? നീയും ഗോപീഷ്ണയും തമ്മി സ്നേഹമാണെന്ന് പറയുന്നതല്ലാതെ അവൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മ ഗ്രീൻ സിഗ്നൽ കാണിച്ചില്ലേ? ഇന്ന് തന്നെ ഞാൻ ഗോപികൃഷ്ണനെ വളച്ചെടുത്തു.
എന്താ ഈ നേരത്തെ ഇവിടെ?